ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ വീട്ടിൽ എപ്പോഴുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഫ്രൈഡ് റൈസ് എങ്ങനെ തട്ടിക്കൂട്ടാം എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് വെജിറ്റബിൾസും അതുപോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ സിമ്പിളായിട്ട് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഫ്രൈഡ് റൈസാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അരി തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഞാൻ 1 കപ്പ് അരിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 കപ്പ് വെള്ളമെങ്കിലും വെക്കണം. എന്നിട്ട് നമ്മൾ വെള്ളം തിളയ്ക്കുമ്പോൾ അരി അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഊറ്റിയെടുക്കുന്നതായതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് വെള്ളം വെക്കുന്നത്. ബസ്മതി അരി കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് ബസ്മതി അരിയാണ്. വെള്ളം തിളയ്ക്കുമ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിങ്ങനെ കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട, കാരണം ഒരു 3/4 വേവായാൽ മതി. കംപ്ലീറ്റ് ആയിട്ട് വേവണ്ട. കംപ്ലീറ്റ് ആയിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈഡ് റൈസ് അങ്ങ് കുഴഞ്ഞു പോവും. ഇടയ്ക്കൊന്ന് വേവ് ചെക്ക് ചെയ്യുക. അടച്ച് വെക്കുകയാണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് വെക്കുക. ഇപ്പോൾ ഇതാ ഏകദേശം ആയി വന്നിട്ടുണ്ട്. വെള്ളം വാർത്ത് വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ചൂടാറ്റണം. ചൂടാറിക്കഴിഞ്ഞാലാണ് ഫ്രൈഡ് റൈസ് നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ അതവിടെ മാറ്റി വെച്ച് വെള്ളം വാർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കംപ്ലീറ്റ് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഒരു മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. മുട്ട ഉണ്ടെങ്കിൽ മുട്ട ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ചു. അതിലേക്ക് ഇനി ആ മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് അതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഈ മുട്ടയുടെ കൂടെ എനിക്ക് കുരുമുളക് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. ഇനി അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ സവാള പൊടിയായിട്ട് അരിഞ്ഞത്, ഞാൻ ഒരു ചെറിയ സവാളയാണ് എടുത്തത്, അത് പൊടിയായിട്ട് അരിഞ്ഞതിട്ട് കൊടുത്തു. അതുപോലെ ഏകദേശം 1/2 കപ്പോളം, ഒരു 1/4 കപ്പ്, കറക്റ്റായിട്ട് നോക്കുമ്പോൾ 1/4 കപ്പ് ക്യാരറ്റ് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലിടാം. അതുപോലെ തന്നെ 1/4 കപ്പ് ബീൻസ് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് ക്യാപ്സിക്കാണ്, ഓപ്ഷണലാണ്. എന്നാൽ പോലും ക്യാപ്സിക്കം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ക്യാബേജ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം, സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, സെല്ലറി, അങ്ങനെ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇഷ്ടമുള്ളതെല്ലാം ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തു. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു ഹാഫ് കുക്ക് ആയാൽ മതി വെജിറ്റബിൾസൊക്കെ. ഹാഫ് കുക്കൊക്കെ ആയതിന് ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നിറയെ തന്നെ ഒഴിച്ചു കൊടുക്കുക, കൂടുതലായി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ്. ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് നന്നായി വെള്ളമൊക്കെ വാർത്ത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ചൂടോടെ തന്നെ നമ്മൾ ഈ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരിക്കലും നമ്മൾ വിചാരിച്ച ആ ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല. ചോറ് വേറിട്ട് നിൽക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ചൂടാറണം. ഇനിയിപ്പോൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഫാനിൻ്റെ താഴെയൊക്കെ വെച്ചിട്ട് ചൂടാറിച്ചാൽ മതി. ഏറ്റവും അവസാനം നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റി വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മുട്ടയും ചേർത്ത് കൊടുത്തു. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റ് സമയമെങ്കിലും ലോ ഫ്ലെയിമിലിട്ടിട്ട് റൈസ് ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് സമയം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ റൈസ്. എന്നാൽ ഒരുപാടങ്ങ് ഫ്രൈ ആവും ചെയ്യരുത്. ഞാൻ വളരെ കുറച്ച് ഓയിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ഓയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഓയിൽ ഒഴിക്കാം. പക്ഷേ 1 കപ്പ് അരിക്കുള്ള ഇത്ര തന്നെ ഓയിൽ മതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളി ഫ്രൈഡ് റൈസാണ്. വെജിറ്റബിൾസ് ഒന്നും കളറ് മാറിപ്പോവുകയോ ഭംഗി കുറഞ്ഞു പോവുകയൊന്നും ചെയ്തിട്ടില്ല.
നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഉണ്ടാവുമ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. എല്ലാം കൂടി കിട്ടുമ്പോൾ നമ്മൾ അതിനായിട്ട് മെനക്കെടണമല്ലോ. ഇപ്പോൾ വീട്ടിൽ നമുക്ക് എപ്പോഴുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് കുട്ടികളൊക്കെ ഫ്രൈഡ് റൈസ് വേണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനിയിപ്പോൾ ഇതിൽ ഗരം മസാലയോ കുരുമുളക് പൊടിയോ ഒക്കെ ചേർക്കണം എന്നുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാൻ ഓപ്ഷണലാണ്. പക്ഷേ എന്നാൽ ഇങ്ങനെ ചെയ്താൽ പോലും നല്ല ടേസ്റ്റാണ്. മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം, സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം, സെല്ലറി ഇട്ട് കൊടുക്കാം, ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല, സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്